ഗുരുവിൻ്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്ലസ് ടുവിലെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കണ്ടിന്യൂഷനാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ടൈപ്പ് കഴിഞ്ഞായിരുന്നു, ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞായിരുന്നു. അതെന്ന് പറയുന്നത് ഏതായിരുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും കാര്യങ്ങളും നമ്മൾ പറഞ്ഞായിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ വേണ്ടിയുള്ള ടോപ്പിക്കുകളെല്ലാം പറഞ്ഞായിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ നോക്കിയത് ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു നോക്കിയത്, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. മൂന്നാമതായിട്ട് നമ്മൾ നോക്കിയതെന്ന് പറയുന്നത് ടാൻജന്റ് നോർമൽ എന്ന് പറയുന്ന ടോപ്പിക് വരെയായിരുന്നു പറഞ്ഞത്. ടാൻജന്റ് നോർമൽ. നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്രോക്സിമേഷൻ, അതായത് ഇതിൽ ടോട്ടലായിട്ട് 5 ടോപ്പിക്കാണ്, 5 ഭാഗമായിട്ടാണ് ഈ ചാപ്റ്റർ തിരിച്ചിരിക്കുന്നത്. അതിലെ 4ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അപ്പോൾ അതിൽ ഒരു വർക്കിംഗ് റൂൾ ഉണ്ട്. അതനുസരിച്ച് മാത്രമാണ് അതിലുള്ള ക്വസ്റ്റ്യൻ എല്ലാം തന്നെ നമ്മൾ ആൻസർ ചെയ്യുന്നത്. അതിൽ ചോദിക്കുന്ന ഒരു 3 ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് ചോദിച്ചു വരുന്നത്. അപ്പോൾ ആ 3 ടൈപ്പ് ക്വസ്റ്റ്യനും എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ പറയും. ആദ്യം വർക്കിംഗ് റൂളിലേക്ക് പോകാം. ഓക്കെ, വർക്കിംഗ് റൂൾ ഇതാണ്: ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിരുന്നാൽ അതിലെ ഫംഗ്ഷൻ എന്താണ്, എങ്ങനെയാണ് ആ ഫംഗ്ഷൻ വന്നിരിക്കുന്നത്, y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ അതില് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിലെ എക്സ് ഏതാണെന്നും ഡെൽറ്റ എക്സ് ഏതാണെന്നും നമ്മൾ എഴുതണം. ഓക്കെ, write the values of x and delta x. x എന്ന് പറയുന്ന വാല്യൂ, ഡെൽറ്റ എക്സ് അതായത് ചേഞ്ചിങ് എക്സ്. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് വാല്യൂ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ആ പെർഫെക്റ്റ് വാല്യൂവിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടത്, അതാണ് ഡെൽറ്റ എക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. ഫൈൻഡ് ദ ആക്ച്വൽ ചേഞ്ച് ഇൻ y, that is using the formula dy is equal to dy by dx into delta x. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ലഭിക്കുന്നതാണ്. 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ ആ 3 ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ആദ്യം വർക്കിംഗ് റൂൾ മനസ്സിലാക്കുക. വർക്കിംഗ് റൂള് നിങ്ങൾ എഴുതി തന്നെ വയ്ക്കുക. എഴുതി വയ്ക്കുമ്പോൾ ഇതിലുള്ളത് വളരെ വ്യക്തമായിട്ട് പഠിച്ചു തന്നെ പോവുക. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ y എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യുക. ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യുക. y ഈസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് എക്സ്. ഏതോ ഒരു ടേമിന്റെ റൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് y ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നതും റൂട്ട് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യും. എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണോ വാല്യൂ, റൂട്ട് എക്സ് ആണ്. അപ്പോൾ അതിന്റെ പെർഫെക്റ്റ് കിട്ടുന്ന വാല്യൂ ഏതാണോ വരുന്നത് അതാണ് എക്സ് എന്ന് പറയുന്നത്. അതായത് 36ന്റെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും, അതാണ് പെർഫെക്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 36 ആണ്. ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഇതിൽ നിന്ന് എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ എന്ത് മൈനസ് ചെയ്യുമ്പോഴാണ് ഈ വാല്യൂ കിട്ടുന്നത്. അതായത് 0.6 എന്ന് പറയുന്നത് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, y എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ നമുക്ക് ലഭിക്കുന്നത്. അതായത് ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു 0.6 എന്ന് പറയുന്നതാണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഇതിനെ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്ത് എഴുതാൻ കഴിയുന്ന പറയുന്നത് y എന്ന് പറയുന്നത് ഡെൽറ്റ y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് റൂട്ട് എക്സ് എന്ന് എഴുതാൻ കഴിയും. എന്താണ്? റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ നിന്ന് റൂട്ട് ഓഫ് എക്സ് 36 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇവിടുത്തെ ചേഞ്ചിങ് y എന്ന് പറയുന്നത്. ചേഞ്ചിങ് y എന്ന് പറയുന്നത് എന്താണ്?
അതിന്റെ പെർഫെക്റ്റ് വാല്യൂവിൽ നിന്ന് പെർഫെക്റ്റ് അതായത് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന പെർഫെക്റ്റ് വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു ഇതെന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആണ് റൂട്ട് ഓഫ് എന്താണ് 36.6 മൈനസ് റൂട്ട് 36. That is equal to delta y is equal to root of 36.6 minus 6 എന്ന് ലഭിക്കും. Then നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 36.6 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് മാത്രം എഴുതുക. റൂട്ട് ഓഫ് 36.6 is equal to ഡെൽറ്റ വൈ ഇവിടെ ഉണ്ട്. ഡെൽറ്റ വൈ പ്ലസ് മൈനസ് 6 അപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 6 ആവും. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കും. Then ഇവിടുത്തെ ഡെൽറ്റ വൈ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ ഡെൽറ്റ വൈ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈ 36.6 വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഡി വൈക്ക് അപ്രോക്സിമേഷൻ ആണ്. ഓക്കെ, ഡെൽറ്റ വൈ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ടു ഡി വൈ. അതുകൊണ്ട് ഡി വൈ ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ഇതാണ് ഡി വൈ ബൈ ഡി എക്സ് into delta x, dy by dx into delta x, that is equal to dy by dx, y ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x അല്ല, റൂട്ട് x ആണ് y എന്ന് പറയുന്നത്. റൂട്ട് x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/2 റൂട്ട് x, 1/2 റൂട്ട് x into delta x. ഡെൽറ്റ x എന്ന് പറയുന്നത് എന്താണ്? 0.6. ഓക്കെ, 1/2 റൂട്ട് എക്സ് ഇൻറ്റു 0.6. റൂട്ട് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം റൂട്ട് എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് 36. എക്സിന്റെ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 36 ഇൻറ്റു 0.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 2 ഇൻറ്റു 36 ന്റെ റൂട്ട് എന്ന് പറയുന്നത് 6 ആണ്. 6 ഇൻറ്റു 0.6, 6 ഇൻറ്റു 0.6 ഞാൻ മാറ്റുമ്പോൾ 6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 6 ഇൻറ്റു 0 that is equal to 6 ഉം 16 ക്യാൻസൽ ആവും. ഇവിടെ എന്തെന്ന് കിട്ടും? 10 എന്ന് കിട്ടും. that is equal to 1/20. 1/20 is equal to 1/20. 1 divided by 20. okay, 1 divided by 20 എന്ന് കിട്ടി. that is equal to 1/20 എന്ന് പറയുന്നത് 1 divided by 20. ഡിവൈഡ് ചെയ്ത് നോക്കുക. 0 കൊടുക്കുക, പോയിന്റ് എടുക്കുക, then അടങ്ങത്തില്ല, 0 കൊടുക്കുക, മുകളിൽ ഒരു 0 കൊടുക്കുക, then that is equal to 5 into 20, that is equal to 100, is equal to 0.05. 0.05 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 0.05. then നമ്മൾ ആൻസർ എന്ന് പറയുന്നത് root of 36.6 is equal to delta y plus 6 എന്നാണ്. ഡെൽറ്റ y നമ്മൾ കണ്ടുപിടിച്ചു അപ്രോക്സിമേറ്റ് ടു dy ആണ്. അതായത് 0.06, 0.05, 06 അല്ല 0.5, that is equal to root of ലാസ്റ്റ് എടുത്ത് എഴുതുക root of 36.6 that is equal to എന്താണ്? 6 plus 0.05 that is equal to 6.05. 6.05 എന്ന ആൻസർ ലഭിക്കും. 6.05. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. സ്റ്റെപ്പ് 3 ഓർത്ത് വെച്ചേക്കുക, എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. യൂസ് ഡിഫറൻഷ്യൽ ടു അപ്രോക്സിമേറ്റ് 25 × 1/3. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് f of x ആണ്. f of x കണ്ടുപിടിക്കണം, ഐഡന്റിഫൈ ചെയ്യണം. y is equal to f of x എന്ന് പറയുന്നത് എന്താണ്? x raised to 1/3 ആണ്. x raised to 1/3 ആണ്, അല്ലെങ്കിൽ ക്യൂബിക് റൂട്ട് എന്ന് പറയാം. ഓക്കെ, x raised to 1/3 ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? yx ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ ഡെൽറ്റ x ഐഡന്റിഫൈ ചെയ്യുക. x എന്ന് പറയുന്നത് പെർഫെക്റ്റ് ക്യൂബിക് റൂട്ട് കിട്ടുന്ന വാല്യൂ. ഇതിനടുത്ത് കിടക്കുന്ന വാല്യൂ ഏതാണ്? 27ന്റെ ക്യൂബിക് റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അപ്പോൾ 27 ആണ്. x ന്റെ വാല്യൂ ആയിട്ട് 27 ഐഡന്റിഫൈ ചെയ്തു. then 27 കിട്ടണമെങ്കിൽ 25ന്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? -2 ആഡ് ചെയ്യുമ്പോഴാണ് 25 കിട്ടുന്നത്. അപ്പോൾ ഡെൽറ്റ x is equal to -2. then നമ്മൾ ഇക്വേഷൻ ഡെൽറ്റ y is equal to എന്താണ്?
x plus delta x the whole raised to 1 by 3 minus x raised to 1 by 3. X plus delta x the whole raised to 1 by 3 minus x raised to 1 by 3 that is equal to ഇതെന്താണ് ക്വസ്റ്റ്യൻ തന്നെയാണ് 25 raised to 1 by 3 minus x raised to 1 by 3 that is equal to 27 ന്റെ cubic root that is equal to എന്താണ് 3 ആണ്. Then delta y 25 raised to 1 by 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ മാത്രം ഇവിടെ ഇടുക. that is equal to ഇവിടെ delta y ഉണ്ട്. delta y plus 3 എന്ന് ലഭിക്കും. delta y plus 3. Then മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് dy is equal to dy by dx into delta x that is equal to dy by dx നമ്മൾ കണ്ടുപിടിക്കണം. dy by dx that is equal to d by dx of y is equal to x raised to 1 by 3 that is equal to അടുത്ത കൊടുക്കുക x raised to n ന്റെ ഇക്വേഷൻ എന്താണ് 1 by 3 into x raised to 1 by 3 minus 1 n into x raised to n minus 1 ആണ്. 1 by 3 into x raised to 1 by 3 minus 1 that is equal to 1 by 3 into x raised to 1 by 3 minus 1 is equal to 1 minus 3 divided by 3 എന്ന് കിട്ടും. that is equal to 1 by 3 into x raised to എന്ത് കിട്ടും x raised to ഇത് 1 minus 2 1 minus 3 is equal to minus 2 by 3 എന്ന് കിട്ടും. minus 2 by 3 x raised to 1 by 3 into x raised to minus 2 by 3 എന്ന് കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിരുന്നാലും മതി. ഇതിനെ റെസിപ്രോക്കൽ ഉണ്ട്. എന്താണ് x raised to 2 by 3 എന്ന് പറയുന്നതിനെ 1 by 2 by 3 എന്ന് എഴുതാൻ കഴിയും. 1 by 2 by 3 എന്ന് എഴുതാൻ കഴിയും. that is equal to 1 by 3 into 1 by x raised to 2 by 3 1 by 3 into 1 by x raised to 2 by 3. x ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 27 ആണ്. അപ്പോൾ x ന്റെ പകരം 27 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. that is equal to 1 by 3 into 1 divided by 27 raised to 2 by 3. okay, 27 raised to 2 by 3 into delta x എന്നാണ്. into delta x delta x എന്ന് പറയുന്നത് minus 2 ആണ്. into minus 2 okay, into minus 2. then നമ്മൾ ഇങ്ങോട്ടൊന്ന് മാറ്റിയാണ് ഇതുവരെ എഴുതിയത്. ആൻസർ ലഭിക്കുന്നത് പറയുന്നത് ഇതുവരെയാണ് എഴുതി വെച്ചിരിക്കുന്നത് 1 by 3 into 27 raised to 2 by 3 into minus 2 വരെയാണ്. dy is equal to 1 by 3 into 27 raised to 2 by 3 into minus 2. then minus 2 എന്ന് പറയുന്നത് മുകളിൽ തന്നെ എഴുതിക്കാം. minus 2 divided by ഇതെന്ന് എഴുതാം. then ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി minus 2 divided by 3 into 27 raised to 1 by 3 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. the whole raised to 2 എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. a raised to m by n നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? a raised to 1 by n the whole raised to m എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, a raised to m by n is equal to a raised to 1 by n into the whole raised to m എന്ന് എഴുതാൻ കഴിയും. then ആ രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. that is equal to 27 raised to 1 by 3 എന്ന് പറയുന്നത് എന്താണ്? minus 2 divided by 3 into 27 raised to 1 by 3 is equal to 3 ആണ്. 27 ന്റെ cubic root എന്ന് പറയുന്നത് 3 ആണ്. 3 the square that is equal to minus 2 divided by 3 into 3 square is equal to 9 that is equal to minus 2 divided by 27 that is equal to ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് minus 0.07 എന്നാണ് ലഭിക്കുന്നത്. minus 0.07 എന്ന് കിട്ടും. minus 0.07 ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. then അതെടുത്ത് നമ്മൾ ആദ്യം കിട്ടിയിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം കിട്ടിയിരിക്കുന്ന വാല്യൂ പറയുന്നത് റൂട്ട് എന്താണ് 25 raised to 1 by 3 is equal to 3 plus delta y ആണ്. delta y എന്ന് പറയുന്നത് 3 plus minus 0.07 ഇത് ആൻസർ. ഓക്കെ, ഇത് മൈനസ് ചെയ്ത് എഴുതുക. 3 minus
0.07. Okay. Then 392. That is equal to 2.93 എന്ന ആൻസർ കിട്ടും. 2.93 എന്നാണ് ആൻസർ ലഭിക്കുന്നത്. 2.93. ഇതാണ് ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് f of 3.02 where f of x is equal to 3x square plus 5x plus 3. നമുക്കറിയാം ഇവിടുത്തെ f of x ഡയറക്റ്റ് തന്നിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് ഇവിടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് f of 3.02 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് f of x ആയിരുന്നു. അത് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ദെൻ രണ്ടാമത് x എന്താണെന്നും ഡെൽറ്റ x എന്താണെന്നും എഴുതണം. x എന്ന് പറയുന്നത് ഇവിടുത്തെ പെർഫെക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് 3 എന്ന് പറയുന്നത്. അതിനുശേഷമുള്ളത് 0.02 എന്ന് പറയുന്നതാണ് ഡെൽറ്റ x എന്ന് പറയുന്നത്. ദെൻ f ഓഫ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 3.02 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെന്ന് പറയുന്നത് f ഓഫ് എന്താണ് x പ്ലസ് ഡെൽറ്റ x ആണ്. ഓക്കെ, ഈ വാല്യൂ എന്ന് പറയുന്നത് f ഓഫ് x പ്ലസ് ഡെൽറ്റ x ആണ്. പ്ലസ് അതിന്റെ കൂടെ എന്ത് ചെയ്യണം? f of x plus delta x കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് f of x കണ്ടുപിടിച്ചതിന്റെ കൂടെ ഡെൽറ്റ എക്സിന്റെ f of x plus ഡെൽറ്റ y എന്ന് പറയുന്നതും കൂടെ ആഡ് ചെയ്താണ്. ഓക്കെ, ഡെൽറ്റ f of x plus ഡെൽറ്റ y കൂടെ ആഡ് ചെയ്താൽ മതി. ഡെൽറ്റ y എന്ന് പറയുന്നതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. f of x plus ഡെൽറ്റ y എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ് ഡെൽറ്റ y എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു f of x plus f dash of x ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ദെൻ അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു f of x ദാറ്റ് ഈസ് ഈക്വൽ ടു f of x ആണ് ഇത്. അതിലെ x ന്റെ സ്ഥാനത്ത് എന്താണ് 3 കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 5 into 3 plus 3. നമ്മളെ f of x ആയി. then അടുത്തത് f dash of x കണ്ടുപിടിക്കണം. f dash ഇവിടുത്തെ f dash എന്ന് കണ്ടുപിടിക്കുക. f dash of x that is equal to എന്താണ് 6x plus 5. x ന്റെ ഡെറിവേറ്റീവ് ഒന്നാണ്. 3x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് പറയുന്നത് 2 ഫ്രണ്ടിൽ വരും. 2 into 3 that is equal to 6 into x പവർ ഒന്ന് മൈനസ് ചെയ്യുക. 6x plus 5 into 1 that is equal to എന്താണ് a5 തന്നെയാണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താണ് 0 ആണ്. f dash of x എന്ന് പറയുന്നത് 6x plus 5 എന്ന് കിട്ടും. then plus f dash of x ലെ x ന്റെ സ്ഥാനത്ത് എന്താണ് 3 ആണ് കൊടുക്കേണ്ടത്. that is equal to എന്താണ് f dash of x ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. 6 into x ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം 3 കൊടുക്കണം. പ്ലസ് 5 ഇൻറ്റു ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0.02 that is equal to 3 into 3 square that is equal to 9 into 3 27 plus 5 into 3 that is equal to 15 plus 3 that is equal to 15 plus 3 15 plus 3 എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് 6 into 3 is equal to എന്താണ് 18 plus 5 23 into 0.02 23.2 ചെയ്യുക. 6 4 46 കിട്ടും. രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കുക. that is equal to 0.46 എന്ന് കിട്ടും. 0.46 27 plus 3 that is equal to 30 plus 10 40 plus 5 45 plus 0.46 that is equal to 45.46 എന്ന് കിട്ടും. 45.46. ഇത്ര മാത്രമേ ഇതിനകത്തുള്ളൂ. ഈ 3 ടൈപ്പുകളാണ് ഇതിനകത്ത് നിന്ന് ചോദിച്ചു കാണുന്നത്. അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യനുകൾ ബാക്കിയുള്ള ക്വസ്റ്റ്യനുകളും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഇത് മാത്രമേ വെറൈറ്റി ആയിട്ടുള്ളൂ. ഈ 3 ടൈപ്പുകളായിട്ട് മാത്രമേ വെറൈറ്റി ആയിട്ടുള്ളൂ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.